ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ദ്രനെ പൂട്ടാനായിട്ട് പല്ലവിക്കും സേതുവിനും സാധിച്ചു. ഈ ഒരു കേസിൽ പല്ലവിയും സേതുവും വിജയിച്ചിരിക്കുകയാണ്. പല്ലവിക്ക് തിരികെ തൻ്റെ ആ ജോലി കിട്ടി, അതും ഡബിൾ പ്രൊമോഷനായിട്ട് സ്ഥിര ജോലിയായിട്ട് തന്നെയാണ് പല്ലവിക്ക് ആ ഒരു ജോലി തിരികെ കിട്ടിയത്. ഇതിനെല്ലാത്തിനും പിന്നിൽ ഇന്ദ്രൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇവിടെ പല്ലവിയും കളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനായിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും, പല്ലവിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ദ്രൻ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു ഇന്ദ്രൻ നേരെ പല്ലവിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുവാണ്. പല്ലവിയോട് തനിക്ക് പല്ലവിയെ കാണണമെന്നും എത്രയും പെട്ടെന്ന് എത്താനും ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്ദ്രൻ ആവശ്യപ്പെട്ട ആ സ്ഥലത്ത് പല്ലവി എത്തി. ഇന്ദ്രൻ ഇതിനെപ്പറ്റി ചോദിച്ചു, പല്ലവി നിനക്കെന്നെ ഇഷ്ടമല്ലേ? നീ ഇന്ദ്രൻ ഇങ്ങനെ ചോദിച്ചു, നീ അന്ന് പറഞ്ഞതെല്ലാം സത്യമല്ലേ? ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ പല്ലവി തലയാട്ടി, അതെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും മാത്രം മതി. നീ കൂറുമാറാതിരുന്നല്ലോ, നീ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞല്ലോ, അത് തന്നെയാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം. ഇനി എന്തായാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി നമ്മൾ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യവുമില്ല. നാളെ തന്നെ ഉടനെ തന്നെ ഒരു തീയതി കുറിക്കണം, എന്നിട്ട് ആ തീയതിയിൽ എൻ്റെയും നിൻ്റെയും വിവാഹം നടത്തണം എന്ന് കൂടി ഇന്ദ്രൻ പറഞ്ഞു. ഉടനെ ആരുടെ വിവാഹം? നിങ്ങൾ എന്തായി പറയുന്നേ? അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, നീ അന്ന് പറഞ്ഞത് സത്യമല്ലേ? എന്നാൽ അന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ അത് നിങ്ങളെ വിവാഹം കഴിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സേതുവേട്ടനെ വിവാഹം കഴിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനന്ന് പറഞ്ഞതും ഈ ഫോട്ടോയിൽ നോക്കിയിട്ടാണ്, അല്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടല്ല. നിങ്ങളെപ്പോലൊരു മനോരോഗിയായ ഒരാളെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഒരാളെ സ്വന്തമാക്കാനായിട്ട് ഏതൊരറ്റം വരെയും പോകുന്ന നിങ്ങളെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല എന്നും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നും ഞാൻ അന്നെല്ലാം ചെയ്തത് നിങ്ങൾ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത ആ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ആ ജോലി തിരികെ കിട്ടാനായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഇനി നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കാണാനും പാടില്ല എന്ന് പല്ലവി ഇന്ദ്രനോട് പറഞ്ഞു. അപ്പം ഇത് കേട്ട ഉടനെ തന്നെ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നാണ് ഇന്ദ്രൻ ചോദിച്ചത്. പക്ഷേ ഞാൻ ചതിക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്യുന്നതോ, നിങ്ങൾ അത്രത്തോളം ചതിയനായിരുന്നു. നിങ്ങളുടെ മനോരോഗം മറച്ചു വെച്ച് എന്നെ വിവാഹം കഴിച്ചു, എൻ്റെ ജീവിതം തകർത്തു. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ എനിക്കൊരു സമാധാനമോ ഒന്നും തന്നെ നിങ്ങൾ തന്നിട്ടില്ല. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സേതുവേട്ടനൊപ്പം ജീവിക്കണം എന്ന് ഇന്ദ്രനോട് പല്ലവി പറഞ്ഞു. എന്നിട്ട് പല്ലവി ദേഷ്യത്തോടു കൂടി പോകുവാണ്. എന്നാൽ ഈ കാഴ്ച കണ്ട ഉടനെ തന്നെ ഇന്ദ്രന്റെ സമനില തെറ്റി. ഇന്ദ്രൻ നേരെ ദേഷ്യത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും എല്ലാം കൂടി നേരെ പ്രതാപന്റെ വീട്ടിലേക്ക് പോയി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ പല്ലവിയെ കുറ്റം പറയാനായിട്ട് പ്രതാപൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ അവളെ ഇനി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അവൾ എന്നോട് ചെയ്തത് കൊടും ചതിയാണ്. അതിനുള്ള ശിക്ഷ, ഒരു തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അവളും സേതുവും കരയാൻ വേണ്ടിയിട്ട് പോകുവാണ്. അവർ രണ്ടുപേരും എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് കൂടി ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ എന്താണ് ഇത് അവിടെ ഇന്ദ്രൻ ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്താണെന്ന് പ്രതാപന് മനസ്സിലായിരുന്നില്ല. ഇന്ദ്രൻ നേരെ പോയത് ഋതുവിൻ്റെ അടുത്തേക്കാണ്. ഋതുവിനെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് തൻ്റെ പ്രണയം ഋതുവിനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് ഋതുവിനോട് പറയുവാണ്, ഋതു നിനക്കെന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ? വിൽ യു മാരി മീ എന്ന് ഇന്ദ്രൻ ഋതുവിനോട് ചോദിച്ചു. എന്നാൽ തനിക്ക് ജിത്തിനെ ഇഷ്ടമാണെന്നും ജിത്ത് എന്നോട് പറഞ്ഞ ഈ ഒരു പ്രണയം തന്നെ ഞാൻ ജിത്തിനോട് അങ്ങോട്ട് പറയാനായിട്ട് ഇരിക്കുമായിരുന്നു. എന്തായാലും എനിക്ക് എല്ലാത്തിനും സമ്മതമാണ്, ജിത്തിനെ വിവാഹം കഴിക്കാനും സമ്മതമാണെന്ന് അവിടെ ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി ഋതു പറഞ്ഞു. അതോടുകൂടി ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ്, എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. എന്നാൽ താൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയണം. ഞാൻ ഒരു വിവാഹം കഴിച്ചതാണ്, പക്ഷേ എന്നെ ചതിച്ചതാണ് ആ പെൺകുട്ടി. വിവാഹ ദിവസം തന്നെ ഞാനും അവളും തമ്മിൽ പിരിഞ്ഞു. അവൾ ആ കെട്ടുതലി വലിച്ചെറിഞ്ഞ് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് നീ എൻ്റെ എല്ലാ പാസ്റ്റും അറിഞ്ഞിരിക്കണം എന്നുകൂടി ജിത്ത് ഋതുവിനോട് പറഞ്ഞു. എന്നാൽ എനിക്ക് നിങ്ങളുടെ പാസ്റ്റ് അറിയേണ്ട കാര്യമില്ല. ഇനി മുതൽ എന്നോട് എങ്ങനെ ആയിരിക്കുമോ അത് മാത്രം എനിക്ക് മതി, അല്ലാതെ പാസ്റ്റ് ഒന്നും അറിയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഋതു ഇന്ദ്രനോട് പറഞ്ഞു.
പക്ഷെ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത് എന്നുകൂടി ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹം ഉടൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. പല്ലവിയും സേതുവും ഒന്നും അറിയാതെ തന്നെ ജിത്തും ഋതുവും തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇതിനിടയിൽ പൂർണിമ പ്രതാപനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പ്രതാപൻ വന്നുടനെ തന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പം നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് പ്രതാപനോട് പൂർണിമ ചോദിച്ചു. എന്നാൽ നിങ്ങളെ എനിക്ക് ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾക്ക് നീ ഉത്തരം പറയണം, തെറ്റ് പറയരുത്, ശരി മാത്രമേ പറയാവൂ. ശരി, ഞാൻ പറയാം ചേച്ചി എന്ന് പ്രതാപൻ പറഞ്ഞു. എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണ്, എൻ്റെ ഭർത്താവിനെ കൊന്നത് ആരാണ്, അത് ചെയ്ത് എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത്, ആ 2 കാര്യങ്ങളും എനിക്കറിയണം. പിന്നെ നീ അന്ന് ഒരു ദിവസം ഇവിടെ ഒന്ന് സംസാരിച്ചപ്പോൾ ഈ കുടുംബത്തെ തകർക്കാനായിട്ട് ഒരാൾ ചരട് വലിക്കുന്നുണ്ടെന്ന് നീ അന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് ആരാണെന്ന് കൂടി എനിക്കറിയണം. ഈ കുടുംബത്തെ തകർക്കാനായിട്ട് തക്കം പാത്തിരിക്കുന്ന ശത്രു ആരാണെന്ന് കൂടി എനിക്കറിയണമെന്ന് പ്രതാപനോട് പൂർണിമ ചോദിച്ചു. എന്നാൽ ചേച്ചി അതിപ്പോൾ അറിയാൻ പാടില്ല, അത് അയാൾ വലിയൊരു അപകടകാരിയാണെന്ന് പറഞ്ഞപ്പോൾ പൂർണിമ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരാളുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം നീയാണെന്ന് എനിക്കറിയാം, എന്നാൽ അങ്ങനെ ഒരാളുണ്ടെന്ന് കൂടി നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ആരാണ്, എന്താണെന്ന് കൂടി പൂർണിമ ചോദിച്ചു. പക്ഷേ എനിക്കിത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അയാൾ വലിയൊരു അപകടകാരിയാണ്, ചേച്ചിയെ കൊല്ലാൻ പോലും മടിക്കത്തില്ല. അതുകൊണ്ട് സമയമാകുമ്പോൾ ഞാൻ ആ ഉത്തരം തരാമെന്നാണ് പ്രതാപൻ പറഞ്ഞത്. കൂടാതെ തന്നെ ചേച്ചിയുടെ ഭർത്താവിനെ കൊന്നത് ഞാൻ തന്നെയാണ്, പക്ഷെ ചേച്ചി അതെല്ലാം മറക്കണം, ചേച്ചി അതെന്നോട് ക്ഷമിക്കണമെന്ന് പ്രതാപനം ആവശ്യപ്പെട്ടു. എന്നാൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ഭർത്താവിനെ കൊന്നത് ഞാൻ മറക്കണമോ? ഒരിക്കലും മറക്കത്തില്ല പ്രതാപ. നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരാനും പോകുന്നില്ല. പക്ഷേ നീ എന്നോട് എത്രയും പെട്ടെന്ന് തന്നെ ആ ശത്രു ആരാണെന്ന് നീ പറയണം, ഇല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളൊരു വാശിയിലു കൂടിയാണ് പൂർണിമ. അങ്ങനെ പൊന്നുമടം ഏകദേശം തകരാൻ വേണ്ടിയിട്ട് പോകുവാണ്. സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പല്ലവിയും സേതുവും അവരുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരെ തകർക്കാനായിട്ട് ഋതുവിനെ കരുവാക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത്. ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം ഇനി അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.